വീട്ടിൽ തന്നെ എനിക്ക് ഒരു പണിക്ക് പോകുന്നത്. നീയും നിന്റെ കൂട്ടുകാരൻ ഡാനിയും കൂടെ കിട്ടുന്ന പൈസ അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസ തന്നെ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ കുഞ്ഞിനും കൂടെ നീ ചെലവിന് ഞാൻ ഇരിക്കാം. എന്തായാലും എനിക്ക് കെട്ടിയവനില്ലല്ലോ, മരിച്ചു. അപ്പൊ നീ കൊണ്ട് ചെലവിന് താ. അല്ല, ഞങ്ങളൊക്കെ കൊണ്ടുവന്നാൽ സ്വീകരിക്കുമോ ചേച്ചി? കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഏറ്റവും അവസാനമായിട്ട് ചില ആൾക്കാർ, അവസാനത്തെ പോർഷൻസ് ഒന്നും ചില ആൾക്കാർ കാണത്തില്ല, വീഡിയോസിന്റെ പകുതി വെച്ചിട്ടങ്ങ് പോകും. അല്ല, ഞങ്ങളൊക്കെ കൊണ്ടു തന്ന നീ ഇരുന്ന് അല്ല, അറിയാൻ പറ്റത്തോണ്ട് പോയി കേട്ടോ, അത് ചോദിച്ചതേ ഉള്ളൂ. മെയിനായിട്ട് എനിക്ക് സംസാരിക്കേണ്ടത് സജിനയുടെ വീഡിയോ ആണ് എനിക്ക് മെയിനായിട്ട് സംസാരിക്കേണ്ടത്. അല്ല, ഈ സത്യം മനസ്സിലാക്കി സംസാരിക്കുന്നത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറയുന്ന ശ്രീധുവിനും ഈ പറയുന്ന സജിനയ്ക്ക് നിങ്ങൾ വില കൊടുത്തിട്ടുണ്ടോ? ഈ അടുത്ത സമയത്ത് കുറെ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന സമയത്ത് എന്റെ വിഷമങ്ങളെല്ലാം പറയുന്നില്ല, അന്നവരാണെന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് പട്ടിയുടെ വില കൊടുക്കുന്നില്ലായിരുന്നല്ലോ. കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കില്ലേ. പിന്നെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ, അതായത് ഡാനി ഇവൾക്ക് സപ്പോർട്ട് പറഞ്ഞിട്ട് എന്തായി? ഇപ്പൊ ഇവൾ തള്ളി പറഞ്ഞില്ലേ, ഇതാണ് രേണു സുധി നന്ദി കെട്ടവള്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 2 കാര്യത്തിലാണ്. അത് ഇവർക്ക് സപ്പോർട്ടായിട്ടല്ല. ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇവർക്ക് സപ്പോർട്ടായിട്ടല്ല, എനിക്ക് ഇവരെ ഇഷ്ടമല്ല എന്ന് ഞാൻ 100 വട്ടം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. 100 വട്ടം ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ചില കാര്യങ്ങൾ ഇപ്പം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഒരിത്. ഓക്കെ, അതുപോലെ ഈ രേണു സുധിയെ വെറുക്കുന്നവർ മാത്രം ഒന്ന് ലൈക്ക് അടിച്ച്, ഇവിടെ വെറുക്കുന്നവർ. പിന്നെ അതുപോലെ തന്നെ സച്ചിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഞാനൊരു ദിവസം അവരെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടാലൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സിനിമയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്, നല്ല കഴിവൊക്കെ ഉള്ളവരാണ്, സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്. ഈ പറയുന്ന രേണുവിനേക്കാളും ഹൈ ലെവലിൽ എത്തേണ്ട ഒരാൾ തന്നെയാണ്. കാരണം അവർ സിനിമ, സീരിയൽ, ഞാൻ നോക്കുമ്പോൾ ഈ അടുത്ത സമയത്ത് തെലുങ്ക് പടത്തിലൊക്കെ അഭിനയിച്ചൊരു വ്യക്തിയാണ്. ഞാൻ അതുകൊണ്ട് അവരെ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, അത്യാവശ്യം മര്യാദ റെസ്പെക്റ്റും കൊടുക്കുമായിരുന്നു. ഞാൻ അതിനോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതും ഇങ്ങോട്ട് വീഡിയോയിലൊക്കെ അതൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ട് കോമഡി പീസായി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നി? സജിനെ കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യുക, രേണുവിനെ വെറുക്കുന്നവരൊന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, ഹൈപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുത്തോ. ഇനി ചേച്ചിയുടെ കാണും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുന്നേ ഇന്ന് വിഷു ആയിരുന്നു. വിഷു ആണ്. ഞാനിപ്പോ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയിലാണ്. രാത്രിയിൽ ഇപ്പൊ ഒരു 9:15 ഇവിടെ കറണ്ടില്ല. വിഷു ആയിരുന്നു. ഓക്കെ, പറ. എന്റെ എല്ലാ ഫ്രണ്ട്സിനും എന്നെ 1000 വിഷുദിന ആശംസകൾ നേരുന്നു. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെ ഒരു നല്ലൊരു ദിവസമാകട്ടെ ഇന്ന് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോ ഈ അടുത്തിരിക്കുന്ന ആരാ? രാജമാതയാണോ? പിന്നെ വേണ്ട, സെറ്റപ്പ് എങ്ങനെ കളാവും? ഇന്ന് എനിക്ക് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും കാണാനും പറ്റില്ല, ഒന്നിനും അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ന് വൈകുന്നേരത്തൊക്കെ ഞാൻ നോക്കിയപ്പോ കാണാം, ഒരു 2 വീഡിയോ ഞാൻ കണ്ടു. അത് വേറെ ആരുടെ അല്ല, ഒന്ന് വല്ല SNDP അടുത്ത് വല്ലതും കാണിക്കുന്ന ഇപ്പൊ ഉണ്ടായിരിക്കും, അതെല്ലാം പിച്ചാൻ പോയതായിരിക്കും. അല്ലാതെ എന്താണ്? അനീസത്തിന്റെ ഒന്ന് അതുലിന്റെയും. അപ്പൊ 2 പേർക്കും 2 ആയിട്ടൊരു വീഡിയോ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് കണ്ടിട്ട് എനിക്ക് തന്നെ ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഡാനി സത്യനെ ആദ്യം കൊടുക്കാം. അവന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടുവെക്കാം. അത് കഴിഞ്ഞ് ബാക്കി പറയാം. ചേച്ചി, ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ വെക്കായിരുന്നു, കണിയും കൂടെ അങ്ങ് ഒരുക്കായിരുന്നല്ലോ. അതായിരുന്നു കുറച്ചും കൂടെ നല്ലതായിരുന്നല്ലേ? എന്തുവാണ് ഇത്? എന്താ ചേച്ചിക്ക് വീഡിയോ വെക്കാൻ പേടിയുണ്ടോ? നമ്മുടെയൊക്കെ വീഡിയോ വെക്കാനുള്ള ധൈര്യവും കടിച്ചും ഒന്നും ഇല്ലേ? ഷഫി പേരെന്തായിരുന്നു? സജിന. എനിക്ക് വായി വരുന്നതൊക്കെ വല്ലവന്റെയൊക്കെ പേരാ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ. ഇത് തന്നെ ഏറ്റവും വലിയ റോങ് അല്ലേ? എടാ ഊളെ, ഞാൻ ചോദിക്കട്ടെടാ, ഈ ലോകത്ത് ആദ്യമായിട്ട് മെമ്പർഷിപ്പ് തുടങ്ങുന്നത് രേണുസുധിയാണ്. നീ ഇത് എവിടുത്തെ ബ്ലോഗറാടാ? രേണുസുധിയാണ് ആദ്യമായിട്ട് ബ്ലോഗ് ചെയ്യുന്നത്. അല്ല, ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നത് രേണുസുധിയാണ്. ഞങ്ങൾ പറഞ്ഞു രേണുസുധിയാണ് ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞോ? ഇല്ല. ഈ ചോദ്യങ്ങൾ രേണു ചോദിക്കുകയൊക്കെ ചെയ്താണ്, അതിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. രേണു തുടങ്ങി അല്ല ഇവിടുത്തെ വിഷയം. കാരണം ഇവിടെ സോഷ്യൽ മീഡിയ വന്നിട്ട് സുധിച്ചേട്ടനെ കുറിച്ച് വാഴ്ത്തിപ്പാടുന്ന ഒരു സ്ത്രീ അപ്പുറത്ത് വന്നിട്ട് കാണിക്കുന്ന ഓരോ തോന്നിവാസത്തിനെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. നിങ്ങളെപ്പോലുള്ള കുറെ കൂട്ടുകാരികളുണ്ടല്ലോ, നിങ്ങളെപ്പോലുള്ള കുറെ കൂട്ടുകാരികൾ ഇതുപോലെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് അവർക്ക് ഈ എന്താ പറയണ്ടേ, ഹരം കയറുന്നത്, അവർക്ക് അഹങ്കാരം കൂടുന്നത്. ആദ്യം നിങ്ങൾ ഒതുങ്ങാൻ പഠിക്കണം. ആദ്യം തലതൊട്ട് അപ്പന്മാര് മുത്തച്ഛന്മാര് വരെ മുത്തശ്ശികൾ വരെ മുന്നേ തുടങ്ങി നല്ല രീതിക്ക് അറുമാതിച്ച് നടക്കുന്നുണ്ട് ഇപ്പോഴും. അന്ന് തുടങ്ങിയത് ഈ നിമിഷം വരെ നിലനിന്ന് പോണു. രേണുസി തുടങ്ങിയിട്ട് 1 മാസം പോലും ആയില്ലല്ലോ. നാണുണ്ടാ നിനക്ക്? നാണുണ്ടാ? ഇന്നലെ ഞാനിട്ടൊരു വീഡിയോയിൽ നിന്നെ അവരെ ഞാൻ ആണുങ്ങളാണ് ഇവരെ ആണുങ്ങളെന്ന് പറയാം. കാരണം തെറ്റ് കണ്ടോ തെറ്റെന്നും ശരി കണ്ടെന്ന് പറയുന്നെന്ന് പറഞ്ഞ് നിന്നെയൊക്കെ ഞാനൊന്ന് പുകഴ്ത്തി. അത് നീയൊക്കെ ജനുവനാണെന്ന് കരുതിയിട്ടാ. പക്ഷെ ഈ 2 വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ബലമായ പല സംശയങ്ങളുണ്ട്. അത് പോകെ ഞാൻ പറയാം. അപ്പൊ മനസ്സിലായില്ല സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. ഇനി അടുത്ത സംശയം എന്താണാവോ? ഇനി പുതിയ കഥ ഇനി എന്താണാവോ?
നിങ്ങൾ പറ. ഇത് ഞാൻ പ്രേക്ഷകർക്ക് വിട്ടുതരാം. ഇവള് പറയാൻ പോകുന്ന കഥ കേട്ടിട്ട് നിക്ക് നോക്കാം. രേണുസുതി അല്ല, രേണുസുതി മാത്രം, രേണുസുതി അല്ല ആദ്യമായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇത് നമ്പർ തുടങ്ങിയ ഒരുപാട് ഡാഷ് മക്കൾ ഇപ്പോഴും ലൈവിലുണ്ട്. അപ്പൊ ഉണ്ടാക്കിയ അവളുമാരെല്ലാം ഡാഷ് മക്കളാന്ന് നീ തന്നെ പറയുന്നുണ്ട്. എൻ്റെ പൊന്ന് ചേച്ചി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എല്ലാം ഡാഷ് മക്കളാണെന്ന് ചേച്ചി തന്നെ പറയുന്നുണ്ട്. ചേച്ചി സമ്മതിക്കുന്നുണ്ട്. അപ്പൊ കൂടെയുള്ള കൂട്ടുകാരിയും ഡാഷ് മോളാണെന്ന് എന്താ അർത്ഥം? പറ 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 ഡാഷ് മോളെ കൂട്ടുകാരി. തന്നെയാണ് ഇപ്പം വീണ്ടും സംഭവിച്ചത്. കാരണം സഫയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം കുറയാം. ഒരു ടൈപ്പ് ആണ്, അത് വേറെ കാര്യം. ഇവിടെ രേണുസുതി മെമ്പർഷിപ്പിനെ കുറിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ പല ആൾക്കാരും മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യും, നീയും തുടങ്ങ്. അലന്തോസ് പേരെ മെമ്പർഷിപ്പ് തുടങ്ങി 200 അങ്ങോട്ട് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. നീയും തുടങ്ങ്. നിനക്കൊന്നും തുടങ്ങി നിന്നെ ആരെങ്കിലും പിടിച്ചു വെച്ചിരിക്കുന്നു? നീ തുടങ്ങ. നിനക്ക് ഞങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എവിടെയെങ്കിലും തുടങ്ങണം എന്ന് വല്ലതും പറഞ്ഞു. ഇതില്ല കൊച്ചു പിള്ളേരുടെ വാദം പോലെ എനിക്ക് സത്യം പറയല്ല ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഫീൽ ചെയ്യുന്നത് കൊച്ചു കേസായിട്ടാണ് ഫീൽ ചെയ്യുന്നുള്ളൂ. വന്നിട്ട് നമ്മൾ കൊണ അടിക്കുന്നതിന് ഒരു ഇതും ഇല്ലല്ലോടെ. പറ കേക്കട്ടെ പറ. അത് പോയി കാണാനാണെങ്കിൽ ആൾക്കാരുണ്ട്. കാരണം പൈസ 350, 399, 499 രൂപ, ചിലപ്പോൾ അത് കൂട്ടി 899 ആക്കുകയൊക്കെ ചെയ്യും. ഇവള് കാരണം ഇപ്പൊ ബലിയാടായത് ഒരു പെണ്ണും കൂടാണ്. പിന്നെ ഇവള് ഭർത്താവ്. എടാ ഡാനി, നീ ഈ പറയുന്നതിന് എന്ത് ലോജിക്കാണോ ഉള്ളത്? സത്യം പറഞ്ഞാൽ വളരെ പുച്ഛം. ഇന്നത്തെ വീഡിയോ കണ്ട, ഇന്നലെ വരാനിട്ട് വീഡിയോ നിന്നെ ഞാൻ പറഞ്ഞത് സത്യം കണ്ട സത്യം എന്ന് പറയും, അസത്യം കൊണ്ടോ അസത്യം എന്ന് പറഞ്ഞ് പ്രസംഗിക്കുമെന്ന്. എന്താ അവർക്ക് അനുകൂലമായിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നിന്റെ പാവട വണ്ടി കുറെ ചിറ്റാളന്മാരെ വരെ ഇവിടെ കയറി അങ്ങ് ആക്രമിച്ചാ പേടിയായി പോയാ നിനക്ക്? ഒരു കാര്യമില്ലാതെ നീ ഇപ്പൊ വീഡിയോ ഇതും അതും കണ്ടപ്പോ എനിക്ക് ബലമായ പല സംശയങ്ങളും തോന്നിയിട്ടുണ്ട്. രേണുസുതി മെമ്പർഷിപ്പ് തുടങ്ങിയത് കൊണ്ട് മാത്രമാണെന്ന് വേറെ ആൾക്കാർ മെമ്പർഷിപ്പ് തുടങ്ങുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ഈ രേണുവിന്റെ മെമ്പർഷിപ്പ് വിഷയം വന്നതിന് ശേഷമല്ല ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത്. ആണോ അല്ലയോ? എത്ര പേര് അതിന് ശേഷം തുടങ്ങിയേ? എത്ര പേര് ഈ മെമ്പർഷിപ്പിനെ കുറിച്ച് കുറെ ആൾക്കാർ അറിയാത്തവർ പോലും അറിഞ്ഞു തുടങ്ങിയത്. സീരിയസ്ലി ഇപ്പൊ സഫ തുടങ്ങി, പിന്നെ അതിനു മുമ്പ് ഒരു പെണ്ണ് തുടങ്ങിയായിരുന്നു. 1 അല്ല 2 പെണ്ണുങ്ങൾ തുടങ്ങിയായിരുന്നു. ഞാനിപ്പോൾ അവരുടെ പേരെടുത്ത് പറയുന്നില്ല. പിന്നെ ഇതിനെക്കുറിച്ച് ചർച്ചാ വിഷയമായിരുന്നു. അങ്ങനെ ആയപ്പോഴാണ് പർപ്പിളാണ് കൂടുതലും രേണുസുതിയേക്കാളും കൂടുതൽ നിൽക്കുന്നത്. അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയം വന്ന നിങ്ങൾ പറ. മെമ്പർഷിപ്പിന്റെ കാര്യങ്ങൾ, ഈ സബ്സ്ക്രിപ്ഷന്റെ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? ഈ രേണുവിന്റെ വിഷയം വന്നപ്പോഴാണോ അല്ലയോ? ഞാൻ ജനങ്ങളോടാണ് ചോദിക്കുന്നത്. മെമ്പർഷിപ്പ് തുടങ്ങിയത് വേറെ പല ആൾക്കാരാണ്. രേണുസുതി അല്ല മെമ്പർഷിപ്പ് ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു വ്യക്തി. സമയത്ത് ലല്ലു എന്ന് പറയുന്ന ഒരുത്തിനോട്ട് റിലേഷൻ കാര്യങ്ങളായിരുന്നു. ഇപ്പൊ അതിന്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇന്നലെ ലീക്ക് ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രേണുസുതി അവർക്ക് പിന്നെ സമാധാനം പറയണോ? അവളെ ലൈഫിൽ എന്തെങ്കിലും കാണിക്കുമ്പോൾ രേണുസുതിയാണ് അതിന്റെ ഉത്തരവാദി. ആണാ ഇപ്പം അവൾ മെമ്പർഷിപ്പ് തുടങ്ങിയിരിക്കുക. ഞാനത് എനിക്ക് ഞെട്ടിപ്പോയ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ പെണ്ണ് മെമ്പർഷിപ്പ് താണ്ടേ നിങ്ങൾ അക്കൗണ്ട് നോക്കി. ഇപ്പൊ 390 രൂപയാണ്. ഇപ്പൊ 10 പേര് ഇന്നാണ് അവർ ഇത് തുടങ്ങിയത്. 10 പേര്. നിങ്ങൾ ആ സഫ എന്ന് പറയുന്ന അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 10 പേര്. സത്യം പറയടാ, നീ ഈ പ്രൊമോഷൻ വന്നതല്ലേ? ഈ സഭ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് വേണ്ടി നീ പ്രൊമോഷൻ ആയിട്ട് വന്നതല്ലേ ഇപ്പം? അപ്പൊ അത് രേണുസുതിയിലൂടെ വന്നാലേ നിനക്ക് റീച്ച് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് രേണുസുതിയെ നീ അതിൽ പിടിച്ചിട്ടത്. ഒരു കാര്യം ഈ സഭയും ഞാനും തമ്മിൽ ബന്ധമാണെന്ന് പറ. നീ അതും പറയാം, അതിന്റെ അപ്പുറം പറയും. ഈ പേട്ടുകളവയുടെ സ്വഭാവം ഇതാണ്. ഒരു കാര്യം മനസ്സിലാക്കാൻ ചിലപ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന രീതി സംസാരിക്കും. സീരിയസ്ലി ഞാൻ പറയാന്ന് വെച്ചോ, ഈ പേട്ടുകളൊക്കെ ഭ്രാന്താ. അല്ല പിന്നെ എന്ത് ചെയ്യാൻ? ഇനി അവക്ക് മെമ്പർഷിപ്പ് ഉണ്ടാക്കിയാണെന്ന് വേണമെങ്കിൽ പറയാം. അവക്ക് ഇനി പല കഥകളായിരിക്കും അടിക്കുന്നത്. ഇതിപ്പോ ഞാൻ അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്തവനാക്കുന്ന രീതിയിലായിപ്പോലും. ഇവിടെ എവിടെയും സത്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വില ഉണ്ടാവത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അതെനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. സഭ അക്കൗണ്ട് തുടങ്ങി നീ അവളെ പറയാമായിരുന്നു. അതിനും രേണുവിനെ നീ മുന്നേ പിടിച്ചിട്ട് എന്തിനാ? നിനക്ക് റീച്ചിന് വേണ്ടിയിട്ട് നാളെ നിനക്ക് റീച്ച് എന്ന് പറയുന്നത് എനിക്ക് പൊളിറ്റിക്സ് ഇട്ടാ പോരെ. എനിക്ക് പൊളിറ്റിക്സ് ഇട്ടാൽ എനിക്ക് എങ്ങനെയായാലും ഒരു 60,000 സബ് 70,000 സബ്ബോളം അതാണ് കിടക്കുന്നത്. ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, രാഷ്ട്രീയത്തിനെ കുറിച്ച് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഒരു വീഡിയോ 40,000 50,000 വ്യൂ. ഈ പറഞ്ഞ രേണുവിനെ നിങ്ങൾ എടുത്ത് നോക്ക്. എനിക്ക് വ്യൂ എല്ലാം ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്ക്. ഒരു 10K ചിലപ്പോൾ ഒരു 15 പോവും. അത്ര മാത്രമേ പോകത്തുള്ളൂ. അങ്ങാണ്ട് 3 ആഴ്ച മുമ്പ് അങ്ങാണ്ട് 40,000 വ്യൂ അങ്ങോട്ട് മാത്രമേ രേണുവിന്റെ പോയിട്ടുള്ളൂ. എനിക്ക് കൂടുതലും പോകുന്ന പൊളിറ്റിക്സ് ആണ്. എനിക്ക് പിന്നെ അത് ചെയ്താൽ പോലെ സബും കൂടുതൽ കിട്ടും. കോമഡി ആക്കാതെ ചേച്ചി. അത് നാളെ 100 ആവും, 30 ആവും, 100 ആവും. ഫസ്റ്റ് ആവും 100 ആവും. നീയൊക്കെ ഇങ്ങനെ പ്രൊമോഷൻ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ആവാതിരിക്കുന്നത് എങ്ങനെയാ? നിനക്കൊക്കെ താല്പര്യം നീയൊക്കെ പോയി എടുക്കുക. അതിനകത്ത് ആരും നോക്കാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ നമ്മളാണ് പ്രൊമോഷൻ കൊടുക്കുന്നതെന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത്. ഓക്കെ, ചേച്ചിയുടെ ഓരോ വീഡിയോകൾ ഇനി ഞാൻ വെച്ച് വെറുതെ ചേച്ചിക്ക് ഇതുണ്ടാക്കി തരുന്നില്ല. നമുക്കിതങ്ങ് പൂട്ടിക്കുന്ന കാര്യത്തിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? മെമ്പർഷിപ്പ്, ഈ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ പറ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറ. ഇത് അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. ഇത് അവക്ക് കൊണ്ടാൽ ഇവക്ക് നോവുന്നെങ്കിൽ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നിങ്ങൾ പറ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.